കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവരുടെ തല ഉറയ്ക്കുന്ന സമയം എന്നൊക്കെ പറയുന്നത്, ഇങ്ങനെ ഉരുട്ടി കൊടുക്കണം എന്നൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതിൽ നോക്കിയാൽ ഡോക്ടേഴ്സ് പറയുന്നേക്കാം ഇങ്ങനെ അത് ഒത്തിരി ഇങ്ങനെ സൂക്ഷിക്കേണ്ടൊന്നും ആവശ്യമില്ല, 2 മാസം കഴിയുമ്പോൾ തല എങ്ങനെയാണേലും കുഴപ്പമില്ല, നമ്മൾ ഒത്തിരി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ട എന്നൊക്കെയുള്ള രീതിയിൽ പറയും. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ്? എപ്പോഴാണ് ഈ തല ശരിക്കും ഉറയ്ക്കുന്ന സമയം? ശരിക്കും നമുക്കറിയാം, കുട്ടികളുടെ തല എന്ന് പറഞ്ഞാൽ അത് പല ബോണുകളായി കൂടി ചേർന്നിട്ടാണ് ഉണ്ടാവുക. ആ ബോണുകൾ പരസ്പരം ഉറച്ചിട്ടല്ല ഉണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് നമ്മൾ ഈ തലേൻ്റെ ബോണുകൾ സെപ്പറേറ്റ് നിന്നുകൊണ്ട് അതിങ്ങനെ കുറച്ച് സ്ക്വീസ് ചെയ്ത് ഓവർലാപ്പ് ചെയ്തിട്ട് ആണ് കുട്ടി പുറത്തേക്ക് വരിക. അതിന് വേണ്ടിയിട്ടാണ് ഈ ബോണുകൾ സെപ്പറേറ്റായി നിൽക്കുന്നത്. ഇനി ഈ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ പതിയെ അത് ഫ്യൂസായി തുടങ്ങും. മെയിനായിട്ട് നമ്മളെ ഫ്രണ്ടിലുള്ളൊരു പതപ്പ് എന്ന് പറയും. പതപ്പ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട്, അതായത് ഈ ബോണുകൾ കൂടിച്ചേരുന്നതിൻ്റെ ഇടയിലുള്ള പാർട്ടാണ്. അതേപോലെ പിറകിലും ഒരു പതപ്പുണ്ട്. അപ്പോൾ ഈ 2 ഭാഗം ഉറക്കുന്നത് മെയിനായിട്ട് ഫ്രണ്ടിലുള്ളത് ഒരു 18 to 24 മന്ത്, 1.5-2 വയസ്സിൻ്റെ സമയത്തായിരിക്കും ഉറക്കുന്നത്. പിറകിലുള്ള പതപ്പ് എന്ന് പറഞ്ഞാൽ അധിക കുട്ടികളും പ്രസവ സമയത്ത് തന്നെ ഉറച്ചിട്ട് കാണാം. ചില കുട്ടിക്ക് ഒരു 6 മാസത്തിനുള്ളിലെല്ലാം ഉറക്കാറുണ്ട്. പിന്നെ പണ്ട് കാലത്ത് ആൾക്കാർ പൊതുവേ ചെയ്യാറ്, കുളിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെ ഭയങ്കര റഫായിട്ടാണ് ഹാൻഡിൽ ചെയ്യാറ്. ഫുൾ എണ്ണ തേച്ച് കുളിപ്പിക്കുക, തിരുമ്മി ചിലപ്പം വലിച്ചു നീട്ടി, അങ്ങനത്തെ രീതിയിലല്ല, അന്ന് തലയെല്ലാം അങ്ങ് പിടിച്ചുരുട്ടി അങ്ങനെ എടുക്കണം എന്നുള്ള കൺസെപ്റ്റാണ് പൊതുവേ ഉള്ളത്. പക്ഷെ അതെല്ലാം തെറ്റായ കൺസെപ്റ്റാണ്. ഇത് നാച്ചുറൽ പ്രോസസ്സാണ്. ഇത് ഓട്ടോമാറ്റിക്കലി ഓരോന്ന് ഫ്യൂസായി വരുന്നതാണ്. അത് ചിലപ്പോൾ ഏർലി ഫ്യൂഷനും ലേറ്റ് ഫ്യൂഷനും നടക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ കണ്ടീഷൻ നമ്മൾ തൈറോയ്ഡ്, വൈറ്റമിൻ ഡി പോലത്തെ ചെക്കപ്പ്, ബാക്കിയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടി എടുക്കുമ്പോൾ ഇങ്ങനെ തലയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറയത്തില്ലേ ഒരു ടൈം വരെ? ആ ടൈം പീരീഡ് എത്രയാണ് വരുന്നത്? ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു 5 മന്ത് ഒക്കെയാണ് നെക്ക് ഹോൾഡിങ് പ്രോപ്പറായിട്ട് നടക്കാറ്. അത് ക്രമേണ നടക്കും. 2 മന്ത് 3 മന്ത് 4 മന്ത് അങ്ങനത്തെ സമയത്ത് പതിയാണ് ഉറച്ചു വരാറ്. അപ്പോൾ ആ സമയം വരെ നമുക്ക് എന്ത് ചെയ്യണം, ഈ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണം. പക്ഷേ നമ്മൾ ഇത്ര കൺസേൺ ആവേണ്ട രീതിയിലുള്ള സപ്പോർട്ടല്ല, ഇതൊരു പ്രോപ്പർ ഒരു ചെറിയൊരു സപ്പോർട്ട് അവിടെ കൊടുക്കേണ്ടതാണ്. പലർക്കും കുട്ടീനെ എടുക്കാൻ തന്നെ പേടിയായിരിക്കും, ഈ കഴുത്തുറക്കാത്ത സമയത്ത് എന്തെങ്കിലും പറ്റിപ്പോകുന്നുള്ളത്. അവിടെ ഒരു സപ്പോർട്ട് കൊടുക്കുക, എടുക്കുക എന്നുള്ള രീതിയാണ്.